നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന പതിവ് പരിപാടി പറ്റില്ലെന്ന് ജനതാദൾ യു. പുറത്തുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. പതിവായി തോൽക്കുന്ന സീറ്റുകൾ വെച്ച് മാറണമെന്ന് ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും വർഗീസ് ജോർജ് പീപ്പിളിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ നൽകുന്ന പതിവ് പരിപാടി അംഗീകരിക്കില്ലെന്ന നിലപാട് JDU UDF നേതൃത്വത്തെ അറിയിക്കും. പതിവായി തോൽക്കുന്ന മട്ടന്നൂർ, ഏലത്തൂർ, നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ വേണ്ട. ഇതിനു പകരം കൊച്ചിയിലോ ആലപ്പുഴയിലോ സീറ്റുകൾ നൽകണമെന്ന് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ 6 സീറ്റുകളിൽ 3 സീറ്റുകൾ തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മുന്നണിയിൽ താമസിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ചിലതാണ് ഞങ്ങൾക്ക് താഴ്ന്നത്. 70-80 സീറ്റ് മത്സരിക്കുന്ന ഒരു വലിയ പാർട്ടി തോക്കുന്ന 7-8 സീറ്റ് മത്സരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 6 സീറ്റ് മത്സരിച്ചൊരു പാർട്ടി നേരെ പകുതി സീറ്റുകളിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിക്കുന്ന ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണം. മുന്നണി വിട്ടുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. കുറച്ച് സീറ്റുകൾ ഇപ്പോൾ UDFിൽ പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. ചില ഘടകകക്ഷികൾ UDF വിട്ടുപോയതുകൊണ്ട് ആ സീറ്റുകൾ ആനുപാതികമായി ഞങ്ങളുടെ പാർട്ടിക്ക് കൂടി വീതിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിയമത്തിനു പകരം തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം നൽകണമെന്നും JDU ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ JDU നിലപാടറിയിക്കും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സീറ്റിനായി ലീഗ് പിടിമുറുക്കുകയാണ്. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന് ലീഗ്. RSPക്ക് വേണ്ടി ഇരവിപുരം വിട്ടുകൊടുക്കേണ്ടെന്നാണ് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. 1980 മുതൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്നാണ് കൊല്ലത്ത് ചേർന്ന ലീഗ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനും നേതൃത്വം വഴങ്ങരുതെന്ന് ഭാരവാഹികൾ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കൊല്ലം ജില്ലയിൽ ഇരവിപുരം നിയോജക മണ്ഡലമാണ് 80 മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് കൂടി തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മറ്റൊരിടത്ത് സ്ഥിതി ചോദിക്കും. മുമ്പ് ലീഗിന് 2 സീറ്റുണ്ടായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ UDFിന്റെ ഭാഗത്ത് 3-4 സീറ്റ് ഒഴിവുണ്ട്. അതുകൊണ്ട് ലീഗിന് 2 സീറ്റ് കിട്ടണം കൊല്ലം ജില്ലയിൽ. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ജില്ലാ വർഗീയ കമ്മിറ്റി ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞത്. 980 2 മണ്ഡലത്തിൽ നമ്മൾ മത്സരിച്ചത് ചടയമംഗലം, ഇരവിപുരം. പക്ഷേ ആ ചടയമംഗലത്തിൽ നമ്മൾ 80 കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. വെസ്റ്റിലും മത്സരിച്ച് കടത്തിട്ടു. ഈ 2 മണ്ഡലം ഒന്ന് മാറിക്കൊടുത്തപ്പോൾ ആ 2 മണ്ഡലം പോയതുപോലെ ഇനി കൊല്ലത്ത് അങ്ങനെ ഒരു മണ്ഡലം പോകാൻ പാടില്ല. മാത്രമല്ല, തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കും. അതേസമയം ഇരവിപുരത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി A. ആസീസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലം നൽകി ലീഗിനെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. RSP UDFിൽ എത്തിയതോടെ കൊല്ലത്ത് ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദുർബലപ്പെടുത്താനാണെന്നും ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരവിപുരം സീറ്റ് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് UDFിൽ ആലോചിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് UDF ആണ്. ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDF യോഗത്തിന് ശേഷമേ ഉണ്ടാകൂ എന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ഒരു സ്വന്തം അഭിപ്രായം എടുത്ത് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ. UDFിൽ അതിൻ്റെ ഗുഡ് സ്പിരിറ്റിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഞങ്ങൾ അനാവശ്യമായി തർക്കങ്ങളും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കുന്ന പാർട്ടി അല്ലല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. ഞങ്ങൾ UDFിൽ വളരെ ആരോഗ്യമായ ചർച്ച നടത്തി തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ലീഗിനുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് കുടുംബാംഗങ്ങളായ 14 പേരെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്തു. താനെയിലാണ് സംഭവം. കൊല്ലപ്പെട്ടവരിൽ 7 കുട്ടികളും. കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കമെന്ന് പോലീസ് പറയുന്നു. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്നും പ്രേംലാൽ ചേരുന്നു. പ്രേംലാൽ, ഇപ്പോൾ മൃതദേഹങ്ങൾ പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ആയി കൊണ്ടുപോയിട്ടുണ്ടോ? എന്താണിപ്പോൾ സ്ഥലത്തെ ഒരു സ്ഥിതി? പോലീസ് അന്വേഷണ സംഘമൊക്കെ തന്നെ ഏത് രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു? പ്രജേഷ്, പോലീസ് ഈ പരിസരമാകെ പോലീസ് നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ കൊലപാതകം ആസൂത്രിതമാണോ എന്ന കാര്യത്തിലും ഒരു സംശയമില്ലാതില്ല. കാരണം ഇന്നലെ ഈ 14 പേരടങ്ങുന്ന ഇദ്ദേഹത്തിന്റെ അടുത്തുള്ള ഭീവണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ബന്ധുക്കളെ ഇദ്ദേഹം ഒരു വിരുന്നിനായി ക്ഷണിക്കുകയും ഈ വിരുന്നൊരുക്കിയ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകിയതിന് ശേഷം ഏകദേശം വെളുപ്പിന് 1 മണിയോടുകൂടിയാണ്
ഹസൻ വരേക്കർ എന്ന 32കാരനായ യുവാവ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. ഇതിന് സ്വത്ത് തർക്കം ഉണ്ട് എന്നുള്ള ഒരു നിഷേധിക്കാനാവില്ല, കാരണം പരിസരവാസികൾ അത് പറയുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഹസൻ വരേക്കറിനെ കുറിച്ച് പരിസരവാസികൾക്കെല്ലാം നല്ല അഭിപ്രായമാണ്. ഇദ്ദേഹം അങ്ങനെ യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്ത ഒരു വിദ്യാസമ്പന്നനായ യുവാവായിട്ടാണ് പരിസരവാസികളെല്ലാം ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഇദ്ദേഹം അങ്ങനെ ഒരു മാനസിക വിഭ്രാന്തിയും ഇദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ആസൂത്രിതമാകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇത്ര പേരെ ഇദ്ദേഹം വിരുന്നിനായി ക്ഷണിക്കുകയും ഇന്നലെ രാത്രി ഒരുക്കിയ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കൊടുത്തതിന് ശേഷം ഏകദേശം വെളുത്ത 1 മണി കൂടിയാണ് ഇദ്ദേഹം ഈ കൃത്യം നിർവഹിക്കുകയും അതിനുശേഷം തൂങ്ങി മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പെൺകുട്ടി മാത്രമാണ്. പ്രേംലാൽ, സ്വത്ത് തർക്കം എന്ന രീതിയിൽ പറയപ്പെടുന്നത് ഏത് രീതിയിലാണ്? അതിലൊരു വ്യക്തത വരുത്തിയാൽ. കാരണം സ്വത്തുക്കൾ ഇവരുമായി മരിച്ചവരുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? അത്തരത്തിൽ നിന്ന് എന്താണ് ദുരൂഹത? ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് പ്രാഥമിക റിപ്പോർട്ടെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതെ, ഇദ്ദേഹത്തിന്റെ ബന്ധുക്കള് വളരെ അടുത്ത് താമസിക്കുന്ന, ഭീവണ്ടിയെല്ലാം വളരെ അടുത്ത് താമസിക്കുന്ന ബന്ധുക്കളെ ഇദ്ദേഹം രാത്രി വിരുന്നിനായി ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു തർക്കം ഉണ്ടാകുകയോ ഇദ്ദേഹത്തിന് പ്രകോപനിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയിപ്പോ ആകെ ഇതിനൊരു വ്യക്തത തരാവുന്നത് ഈ ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇപ്പോഴും ഒരു ഷോക്കിൽ നിന്ന് വിമുക്തയായിട്ടില്ല. അവരിൽ നിന്നുള്ള ഒരു മൊഴി എടുത്താൽ മാത്രമാണ് ഇതിന്റെ വ്യക്തത കിട്ടുകയുള്ളൂ. പക്ഷെ യുവാവിനെ കുറിച്ച് അങ്ങനെ പൊതുവായിട്ടുള്ള അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള യുവാവായിട്ട് ആരും പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഇത് ചെയ്തത് എന്തെങ്കിലും വിധത്തിലുള്ള പ്രകോപനമായ എന്തെങ്കിലും സ്വത്ത് തർക്കമോ അങ്ങനെ പക്ഷെ സ്വത്ത് തർക്കമാണെങ്കിൽ തന്നെ ഇദ്ദേഹം എന്തിനു ആത്മഹത്യ ചെയ്തു എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. പ്രേംലാലാണ് മുംബൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ദില്ലിയിൽ ടോൾ പ്ലാസയിൽ വൻ കവർച്ച. മോഷ്ടാക്കൾ 2.5 കോടി രൂപ കവർന്നു. കവർച്ചയ്ക്കിടെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വിശദാംശങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, ദില്ലിയിൽ എവിടെയാണ്, ഏത് ടോൾ പ്ലാസയിലാണ് ആക്രമണം ഉണ്ടായത്? എന്തായിരുന്നു പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദാംശങ്ങൾ? പ്രജീഷ്, ദില്ലിയിലെ ബദർപൂർ ടോൾ പ്ലാസയിലാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. പുലർച്ചയോടുകൂടി ബൈക്കിലെത്തിയ സംഘം ടോൾ പ്ലാസയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ടോൾ പ്ലാസയിൽ ഉണ്ടായിരുന്ന ക്യാഷ്യറും ഒപ്പം മറ്റൊരു ജീവനക്കാർക്കും നേരെയായിരുന്നു ഈ ബൈക്കിലെത്തിയ 2 അംഗ സംഘം ബൈക്കിൽ നിന്ന് ഇറങ്ങി തുടർന്ന് ഇവർക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ഇതിനുശേഷം ഇവരുടെ പക്കലുണ്ടായിരുന്ന പണം അടങ്ങിയ ബാഗ് മറ്റും ഇവർ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. 2.5 കോടിയോളം രൂപയായിരുന്നു ഈ ബാഗിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. 3 ദിവസത്തോളം ആയുള്ള പണം ഈ ബാഗിൽ ഉണ്ടായിരുന്നു എന്ന് ജീവനക്കാരൻ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നു. നിലവിൽ ഈ 2 ഉദ്യോഗസ്ഥർ തന്നെയാണ് ടോൾ പ്ലാസയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഇവർ സ്ഥിരമായി ഈ പ്രദേശത്ത് കറങ്ങി നടക്കാറുള്ളത് ശ്രദ്ധയിൽപ്പെടാറുണ്ടെന്നും ഈ പ്ലാസയ്ക്ക് സമീപത്തുള്ള മറ്റു ചില ജീവനക്കാരും അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വളരെയധികം നിരീക്ഷണത്തോടു കൂടി കാര്യങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെയാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച് ആരെയും ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. നിലവിൽ സമീപ പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ മരിച്ച 2 പേരെ കൂടാതെ മറ്റൊരു ആൾക്ക് കൂടി സമീപത്ത് നിന്നിരുന്ന ഒരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇയാളുടെ നിലയും ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് അറിയുന്നത്. ഇയാളെ ഇപ്പോൾ RML ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്. പ്രജീഷ്, എസ് മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയിൽ NDA സർക്കാരിൻ്റെ 2ാമത്തെ പൂർണ്ണ ബജറ്റ് നാളെ 11 മണിയോടെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. സ്വകാര്യവൽക്കരണത്തിന് ബജറ്റിൽ ഊന്നൽ നൽകും. ഇതിനായി കോർപ്പറേറ്റ് നികുതി കുറയ്ക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അടിസ്ഥാന സൗകര്യ മേഖലയിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിച്ചും സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് നൽകിയുന്ന സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന സാമ്പത്തിക സർവേ നിർദ്ദേശം ബജറ്റ് അംഗീകരിക്കുമെന്നാണ് സൂചന. 1 കോടി വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 7ാം ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ച 23.5% ശമ്പള വർധനവ്, 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കണ്ടെത്തേണ്ട അധിക വരുമാനം, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കർഷകർക്കുള്ള വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവയ്ക്ക് വേണ്ട അധിക വിഭവ സമാഹരണമാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രാലയം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 1.25 ലക്ഷം കോടി രൂപയുടെ അധിക ഭാരം നിലവിലുണ്ടെന്ന് മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. പക്ഷേ ആഗോള വിപണിയിലെ എണ്ണവിലയിടിവ് അരുൺ ജെയ്റ്റ്ലിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള എല്ലാ മേഖലകളിലും സ്വകാര്യവൽക്കരണത്തിലുള്ള സൗകര്യം ആദ്യത്തെ ഇടക്കാല ബഡ്ജറ്റ് മുതൽ ജെയ്റ്റ്ലി ആരംഭിച്ചതാണ്. ഇതിനു മുന്നോടിയായാണ് 30% കോർപ്പറേറ്റ് നികുതി 5% കുറച്ച് 25% കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്.
അത് വീണ്ടും കുറയ്ക്കുന്ന പ്രഖ്യാപനം ഇത്തവണത്തെ ബഡ്ജറ്റിലും ജെറ്റ്ലി ഉൾപ്പെടുത്തും. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമങ്ങൾ തുടരും. നികുതി മേഖലയിലെ നിയമപരിഷ്കരണമാണ് പ്രധാന ലക്ഷ്യം. ആദായ നികുതി പരിധി ഉയർത്തില്ല. മോദി പദ്ധതികളായ മേക്ക് ഇൻ ഇന്ത്യ, സ്വച്ഛ് ഭാരത്, ഗംഗാ ശുചീകരണ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടുതൽ കേന്ദ്ര സഹായമുണ്ടാകും. സബ്സിഡി ഗ്യാസുകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഗ്യാസ് സബ്സിഡിയുടെ എണ്ണം 9 കുറയ്ക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. ഇത് ബഡ്ജറ്റ് അംഗീകരിച്ചാൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയാകും. റബ്ബർ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇത്തവണയും പരിഗണിക്കില്ല. പൊതുമേഖലാ ബാങ്കുകളിൽ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയ കിട്ടാക്കടം വൻ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നതായി റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റിൽ എന്ത് പരാമർശം നടത്തും എന്നതും നിർണായകം. ന്യൂസ് ബ്യൂറോ, ദില്ലി. അരുൺ ജെയ്റ്റ്ലിയുടെ പൊതു ബജറ്റിനെ കേരളവും പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി, കേരള സമ്പദ്ഘടനയുടെ തകർച്ച, സ്വപ്ന പദ്ധതികൾക്കുള്ള സഹായം എന്നിവയാണ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ. റെയിൽവേ ബജറ്റിന്റെ പശ്ചാത്തലത്തിൽ പൊതുബജറ്റിലും സംസ്ഥാനം വലിയ പ്രതീക്ഷ വച്ചു പുലർത്തേണ്ട എന്നതാണ് പൊതുവിലയിരുത്തൽ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബജറ്റിൽ സംസ്ഥാനത്തിന് കോട്ടം തട്ടാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന BJP നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കേരളമാകെ ഉറ്റുനോക്കുന്ന പ്രധാന പ്രശ്നം റബ്ബർ മേഖലയിലുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് നിർദ്ദേശമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് പ്രധാനമാണെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. നമ്മൾ കേരളമാകെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ റബ്ബർ മേഖലയിൽ ഉള്ള പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് നിർദ്ദേശമാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. കേരള സമ്പദ്ഘടനയെ ആകെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ റബ്ബർ പ്രതിസന്ധിക്ക് എന്ത് സഹായം നൽകും എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. റബ്ബർ പ്രതിസന്ധിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകൂ എന്നതാണ് വിലയിരുത്തൽ. കേരളത്തിലെ പ്രധാന പദ്ധതികളായ വിഴിഞ്ഞം തുറമുഖം, LPG, വാതക പൈപ്പ് ലൈൻ തുടങ്ങിയവയ്ക്കുള്ള തുക വകയിരുത്തുമോ എന്നതാണ് മറ്റൊന്ന്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇവയ്ക്ക് എന്ത് സഹായം ലഭിക്കും എന്നതും സംസ്ഥാനം ഉറ്റുനോക്കുന്നു. ബജറ്റിൽ സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയായ പെട്രോൾ നയം തിരുത്തുമോ എന്നതും ജനങ്ങൾ പ്രതീക്ഷയോടെ നിരീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി സഞ്ചരിച്ച കാർ കോട്ടയത്ത് അപകടത്തിൽപ്പെട്ടു. ഗൺമാന് പരിക്കേറ്റു. കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രാമധ്യേ പുലർച്ചെയായിരുന്നു സംഭവം. മലപ്പുറത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. രാഷ്ട്രപതിയുടെ ഒപ്പമായിരുന്നു 2 ദിവസം. അപ്പം രാഷ്ട്രപതിയെ യാത്ര അയച്ച ശേഷം ഇന്നലത്തെ പരിപാടികളെല്ലാം തീർത്ത് തിരിച്ചു വരുന്ന ഇതായിരുന്നു. അപ്പോൾ എല്ലാ പരിപാടിയും തീർക്കാൻ ഇരുന്നുകൊണ്ട് കുറേ അധികം വൈകി. പക്ഷേ ഞാൻ ബെൽറ്റ് ഇട്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. വേറെ ആർക്കും പരിക്കില്ല. സ്കിഡ് ചെയ്തതാണ്. ഏറ്റുമാനൂരിന് അപ്പുറത്ത് വെച്ചായിരുന്നു. ഏതായാലും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഓക്കെ ഓക്കെ അത് വളരെ ഗ്ലാസ് കൊണ്ടിട്ട് ചെറിയ പരിക്ക് എന്ന് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൺസ്യൂമർ ഫെഡിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ നീക്കം. ആവശ്യത്തിൽ കൂടുതൽ ജീവനക്കാർ ഉണ്ടെന്നിരിക്കെ ഇന്റർവ്യൂ നടത്തി വീണ്ടും നിയമനം നടത്താനുള്ള നീക്കം ജീവനക്കാർ തടഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇന്റർവ്യൂ മാറ്റിവെച്ചു. കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിലേക്കുള്ള ഫാർമസിസ്റ്റ്, പ്രിയദർശിനി മെഡിക്കൽ കോളേജിലേക്ക് ലെക്ചറർ എന്നീ തസ്തികകളിലേക്കാണ് കൊച്ചിയിലെ ഹെഡ് ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂ നടത്തിയത്. ആവശ്യത്തിന് ഫാർമസിസ്റ്റുകൾ നീതി മെഡിക്കൽ സ്റ്റോറുകളിൽ ജോലി ചെയ്തു വരുന്നുണ്ടെന്നിരിക്കെയാണ് വീണ്ടും നിയമനത്തിന് നീക്കം നടത്തുന്നതെന്ന് ആരോപിച്ച് കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്റർവ്യൂ തടഞ്ഞു. 1160 കോടി രൂപയുടെ ബാധ്യത മൂലം വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കൺസ്യൂമർ ഫെഡിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് താൽപ്പര്യക്കാരെ തിരികെ കയറ്റാനാണ് നീക്കമെന്ന് കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി KJ ജിജു പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിന് കാലത്ത് ഏതാണ്ട് 4750 ജീവനക്കാരെയാണ് കൺസ്യൂമർ ഫെഡിൽ അനധികൃതമായി നിയമിച്ചിട്ടുള്ളത്. 5 പേര് കയറാൻ സാധ്യതയുള്ള ഒരു തോണിയിൽ 500 പേര് കയറിയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരവസ്ഥയാണ്. മൊബൈൽ ത്രിവേണിയിൽ നിലവിൽ 140 ഡ്രൈവർമാർ ഉണ്ടെന്നിരിക്കെ ഇവരെ വിദേശ മദ്യ ഷോപ്പുകളിലേക്ക് മാറ്റി വീണ്ടും ഡ്രൈവർമാരെ നിയമിക്കാനാണ് നീക്കമെന്നും ആരോപണമുണ്ട്. ഇതിനായി നാളെ ഇന്റർവ്യൂ നിശ്ചയിച്ചിരുന്നെങ്കിലും ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്റർവ്യൂ മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അന്തരിച്ച പ്രമുഖ സംവിധായകൻ രാജേഷ് പിള്ളയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. രവിപുരത്തെ ശ്മശാനത്തിൽ ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുക. വിശദാംശങ്ങളുമായി സമീർ ചേരുന്നു. സമീർ,
അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രിയ സുഹൃത്തിനെ, സംവിധായകനെ കാണാനൊക്കെയായി ചലച്ചിത്ര രംഗത്തെ ആളുകളൊക്കെ തന്നെ എത്തുകയാണ്. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക? പ്രജീഷ്, രാവിലെ 8 മണി മുതലായിരുന്നു അദ്ദേഹത്തിന്റെ മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിൽ പൊതുദർശനം വെച്ചത്. 11 മണി വരെ നീണ്ടുനിന്നു. നേരത്തെ 9 വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വലിയ രീതിയിൽ വിവിധ മേഖലയിലുള്ള പ്രമുഖരുടെ ഒഴുക്ക് കാരണം തന്നെ വലിയ രീതിയിലുള്ള പൊതുജനങ്ങളുടെയും സാന്നിധ്യം കാരണം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് കാരണം സമയം നീളുകയായിരുന്നു. പിന്നീട് 11 മണി വരെ നീണ്ടുനിന്നു. ശേഷം 15 മിനിറ്റ് നീണ്ടുനിന്ന അന്തിമ കർമ്മങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്നും ശ്മശാനത്തിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ്. 11:30 തന്നെ സംസ്കാരം നടക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ രേൽപുരം ശ്മശാനത്തിൽ പൂർത്തിയായിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അല്പ സമയം മുമ്പാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന പൊതുദർശനം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ വേളയിൽ സംവിധായകരായിട്ടുള്ള സിബി മലയിൽ, സിദ്ദീഖ്, വിനയൻ, മേജർ രവി തുടങ്ങിയിട്ടുള്ള നിരവധി സംവിധായകരും അതോടൊപ്പം തന്നെ ജയസൂര്യ, ഇന്ദ്രജിത്ത്, സിദ്ദീഖ് തുടങ്ങിയിട്ടുള്ള നിരവധി നടന്മാരും ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖ താരങ്ങളും ഒപ്പം തന്നെ നിരവധി സംവിധായകരും ഇന്നലെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ട്രാഫിക് എന്ന ഒരേ ഒരു ഒറ്റ ചിത്രം മാത്രം മതി ആ ഒരു വ്യക്തിയെ മലയാളികൾക്ക് ഓർത്തിരിക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി സാധാരണക്കാരായിട്ടുള്ള മലയാള സിനിമയെ സ്നേഹിക്കുന്ന നിരവധി പേരും എത്തിയിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ 11:30 തന്നെ നടക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ രവിപുരം ശ്മശാനത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. പ്രജീഷ്. സമീർ വാഴങ്ങോടാണ് വിശദാംശങ്ങൾ നൽകിയത്. 1000 പേർ അണിനിരക്കുന്ന കരാട്ടെ ഡെമോൺസ്ട്രേഷന് ഇന്ന് തലസ്ഥാനം വേദിയാകും. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് കരാട്ടെ പ്രദർശനം. ലോക റെക്കോർഡിൽ ഇടം പിടിക്കുന്നതാകും പ്രകടനമെന്നാണ് വിലയിരുത്തൽ. ആത്മവിശ്വാസവും അച്ചടക്കബോധവും ആരോഗ്യവുമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സെന്ററിന്റെ പ്രവർത്തനം. സമൂഹത്തിൽ കായിക അവബോധം വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് തലസ്ഥാനത്ത് കരാട്ടെ ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 1000 പേരാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. മാസ് കരാട്ടെ ഡെമോൺസ്ട്രേഷനൊപ്പം അത്ഭുതകരമായ അഭ്യാസ പ്രകടനങ്ങളും പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് കൺവീനർ എ റഷീദ് പറഞ്ഞു. കരാട്ടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ദൃശ്യവിരുദ്ധം കൂടി ഇതിനനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു യുണീക്ക് ഒരു അവസരം എന്നുള്ള തരത്തിൽ അത് റെക്കോർഡ് ബുക്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വരികയാണ്. സിനിമാ താരവും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറുമായ ബാബു ആന്റണിയാണ് മുഖ്യാതിഥി. പ്രദർശനം ലോക റെക്കോർഡിൽ ഇടം നേടുമെന്നാണ് വിലയിരുത്തൽ. ഇത് പരിശോധിക്കാനായി ബന്ധപ്പെട്ട അധികാരികളും തിരുവനന്തപുരത്തെത്തുന്നുണ്ട്. വൈകിട്ട് 4-ന് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് കരാട്ടെ ഡെമോൺസ്ട്രേഷൻ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരസ്യരംഗത്തേക്ക് യുവപ്രതിഭകളെ ആകർഷിക്കാനായി കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചിയിൽ നടന്ന ക്യാമ്പിൽ 118 പേരാണ് പങ്കെടുത്തത്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ പരസ്യങ്ങൾ തയ്യാറാക്കുന്ന മത്സരവും ക്യാമ്പിൽ നടന്നു. വിജയികൾക്ക് പ്രമുഖ വ്യവസായി ബീന കണ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. K3A ഭാരവാഹികളായ സുന്ദർകുമാർ, രാജു മേനോൻ, ജോസഫ് ചാവറ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സാഹിത്യ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. സാഹിത്യഗൃഹം എന്ന പേരിൽ കേരള സംഗീതനാടക അക്കാദമിയിൽ നടന്ന ആശയ സംവാദത്തിൽ കൽപ്പറ്റ നാരായണൻ, KP രാമനുണ്ണി, ആശാ മേനോൻ, ഡോക്ടർ ശ്രീദേവി K നായർ തുടങ്ങിയവരും പങ്കെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി പ്രസിദ്ധീകരിച്ച 6 മധ്യകാല മലയാള ഗ്രന്ഥങ്ങളുടെ പ്രകാശനവും നടന്നു. ഡോക്ടർ MR രാഘവ വാര്യരിൽ നിന്നും SBT മാനേജിംഗ് ഡയറക്ടർ ജീവൻദാസ് നാരായണൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. SBT ചീഫ് ജനറൽ മാനേജർ ആദി കേശവൻ, ജനറൽ മാനേജർ S ഹരിശങ്കർ, തൃശൂർ സോൺ ഡെപ്യൂട്ടി ജനറൽ മാനേജർ SV രാധാകൃഷ്ണ റാവു തുടങ്ങിയവർ പങ്കെടുത്തു.